ഹലോ ഗായ്സ്, എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതെൻ്റെ പുതിയ ലെറ്റ്സ് പ്ലേ സീരീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഒഴിവൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നൈറ്റ് ഡേ ആക്കിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കിട്ടിയ ടോട്ടവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നൈറ്റ് ഡേ ആക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഡേ ആയിട്ടുണ്ട്. ഈ ചെസ്റ്റ് കണ്ട ഗൈസ്, എൻ്റെ ചെസ്റ്റ് ഒരുപാട് ടോട്ടുണ്ട്. അപ്പോൾ ഞാൻ ടോട്ട എടുക്കുന്നില്ല, കാരണം എൻ്റെ കൈ ഷീൽഡുണ്ട് ഓൾറെഡി. അപ്പോൾ ഇനി ഇതാണ് എൻ്റെ ചാൻഡിങ് ഏരിയ. ഇതെൻ്റെ സ്റ്റോറേജ്. ഇന്ന് ഞാനൊരു കൗ ഫാം ഉണ്ടാക്കുകയാണ്. നമുക്ക് ആ ഫാമിൽ തന്നെ കുക്ക്ഡ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഫാമിൻ്റെ മെറ്റീരിയൽസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇനി ഇതിലൊക്കെ ഉണ്ട് ആ വുഡൊക്കെ നമുക്ക് ആവശ്യകത. ഇതിലുള്ള സ്റ്റോറേജൊക്കെ ഒരുപാട് വേറെ സ്റ്റോറേജ് ഏരിയയിലാണ്. ഇനിയും നമുക്ക് സ്റ്റോറേജ് ചെയ്യാൻ പുതിയ ഏരിയ ഒക്കെ ഉണ്ട്, ആ കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ കൈസിൻ്റെ വീറ്റൊക്കെ ഞാനിവിടെ ഒരു ഡെക്കറേഷൻ്റെ നമുക്ക് ഫുഡും വേണം, പിന്നെ ഒരു ഡെക്കറേറ്റ് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിന് നേരെ മുന്നേ കാണുന്നത് ഒരു കോബിൾ സ്റ്റോൺ വെച്ചിട്ട് അത് മോബ് ഫാമാണ്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിലോട്ട് കയറുന്നില്ല ഗൈസ്, മോബ് ഫാമിലോട്ട് ഞാൻ കയറുന്നില്ല, കാരണം അത് ഒരുപാട് മേലെയാണ്, ഒരുപാട് പോകാനുണ്ട്. 200 ബ്ലോക്ക് മുകളിലാണ്. അപ്പോൾ ഗൈസ് ഈ പശുവിനെ വെച്ചാണ് നമ്മൾ ഫാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവനെ തന്നെ കൊല്ലട്ടെ. കൊല്ലല്ല ഗൈസ്, ജീവനോടെ പശുവുണ്ടായിട്ട് അവർക്ക് തിന്നാൻ കൊടുക്കുക. അപ്പോൾ അവരുടെ കുട്ടികൾക്ക് ലാവ തട്ടിച്ചാവും. അങ്ങനെയാണ് സംഭവം. കുട്ടികൾ വലുതാവണം. ഇതെൻ്റെ ക്യാരറ്റ് ഫാമിൻ്റെ മുമ്പിലായിട്ടാണ് ആ ഒരു ബിൽഡ് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവനെയും കൊല്ലട്ടെ. പിന്നെ ഇവിടെ ഇതാണ്, പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കും. ആ വെള്ളം ഒഴുകുന്നതുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വൂൾ ഫാക്ടറി. നല്ലൊരു ക്രിയേറ്റിവിറ്റി ഒന്നുമില്ലെങ്കിലും എനിക്ക് തോന്നിയ രീതിയിലൊന്ന് പണിതതാണ്. രസമുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ വൂൾ ഫാക്ടറി. കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കിതൊരു ഫാക്ടറിയായി തോന്നുന്നുണ്ട്. ചില കന്നുകാലികളൊക്കെ വളർത്തുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഇതിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ചെസ്റ്റിലെ ടോട്ടൽ. അപ്പോൾ ആ വൂള് കുറച്ചായിട്ടുള്ളൂ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇന്നലെ മിഞ്ഞാന്നോ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഓരോ ദിവസം ഓരോ ബിൽഡൊക്കെ ഞാൻ കൊണ്ടുവരാൻ പോവാണ്. പിന്നെ ആ ഫാമിന് ഒരു ബിൽഡാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു വീട് പോലെ സെറ്റാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ബാക്കി വന്ന റിസോഴ്സൊക്കെ ഞാൻ അതിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ ആ ബിൽഡൊന്ന് കാണിച്ചു തരാം. ആ ബിൽഡ് എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് അത് ട്രേഡിങ് ഹാളാട്ടോ ഗൈസ്. അത് ട്രേഡിങ് ഹാളാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് എൻ്റെ ബിൽഡ്. കണ്ടു ഗൈസ്, നല്ല അടിപൊളിയായി എൻ്റെ ഒരു ബുദ്ധിക്ക് വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. അല്ലാതെ വേറെ എവിടെയും ഞാൻ നോക്കിയിട്ടില്ല, സത്യമായിട്ട്. ഇതൊക്കെ ഞാൻ എന്തോ പോലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതെങ്ങനെയുണ്ട് ഗൈസ്? മൈനിങ്ങിന് പോയ ഡീപ്പ് സ്ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് എൻ്റെ ബിൽഡ്. ഇതിനകത്തായിട്ട് ഫാമുണ്ട്. ഇതാണ് ഫാം. ഇതാണ് ഫാം. ഈ ഫാം ഇത് തിന്നാൻ കൊടുക്കാൻ വീറ്റ് കിട്ടും. പിന്നെ ഇവിടെ കുറച്ച് സ്റ്റോറേജ് ഞാൻ കൊടുക്കുന്നുണ്ട്, കാരണം ഫുഡൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട്. ഫുഡ് എന്നാൽ ഈ കുക്ക്ഡ് ബീഫ് തന്നെയാണ് ഞാൻ അവിടെ സ്റ്റോർ ചെയ്യാൻ നിൽക്കുന്നത്, കാരണം വേറെ ഒന്നും എനിക്ക് സ്റ്റോർ ചെയ്യാനായിട്ടില്ല. അതൊക്കെ സ്റ്റോറേജ് ഏരിയയിൽ സ്റ്റോർ ചെയ്യും. ഈ ലിവറാണ് വലിക്കുക, 2 വട്ടം വലിക്കുക. അപ്പോൾ ലാവ വന്ന് ഇവർ ചാവും. അപ്പോൾ ലാവ എന്ന് ചത്തു. ഇനി ആ ലിവർ 2 വട്ടം വലിച്ച് അപ്പോൾ ഡിസ്പെൻസർ വലിച്ചെടുക്കും. എന്നിട്ട് ഇത് തുറന്നു നോക്കുക. അപ്പോൾ ഒരുപാട് കിട്ടിയിട്ടൊന്നുമില്ല, അര സ്റ്റാക്ക് കിട്ടി, അത് മതി. എന്നാലും തുടങ്ങിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരുപാട് ചെയ്യാം. വീറ്റ് ഫാമിൽ നിന്ന് വീറ്റ് എടുത്ത് ഇവർക്ക് തിന്നാൻ കൊടുക്കുക.
അപ്പോൾ അവർ ഇതാവും. ഇനി ലാഡറൊക്കെ വെക്കാണ്ട് അതൊക്കെ ഞാൻ പിന്നെ വെച്ചോളാം. അപ്പോൾ ഇനി ഞാൻ എൻ്റെ മോബ് ഫാമിലോട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞു. അതൊക്കെ ഞാൻ സെറ്റാക്കി കാണിച്ചു തരണ്ട്. ഇപ്പോൾ അതിന് ഒരു സമയമുണ്ട് കണ്ടോ ഗൈസ്. ഈ സമയത്ത് കണ്ടോ ഗൈസ്, ഈ സമയത്ത് അതിൻ്റെ ഭംഗി നിങ്ങൾ കണ്ടോ. നല്ല അടിപൊളിയായിട്ടില്ല ഗൈസ്. ഇത് ഇപ്പോൾ സൺസെറ്റ് വരെ ഞാൻ കാത്തു നിന്നു. കാരണം ആ സമയത്തുള്ള ബ്യൂട്ടി, പിന്നെ ഈ ഫാമിലോട്ടുള്ള ഈ ഫാമും ആ ഒരു വീട് യോജിച്ച് പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ റൈഡ് ഫാം. ബാഡോമൻ്റെ ബോട്ടിലൊക്കെ ഇതിലുണ്ട്. റൈഡ് ഫാമിൻ്റെ ഇതാണ്. അപ്പോൾ റാവഞ്ചറിനെ കൊന്ന സാഡിലാണ് എൻ്റെ കയ്യിലുള്ളത്. അടിയിലോട്ട് എന്താ ചാടി ഗൈസ്? ഇല്ല ഗൈസ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ വിടുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഞാൻ റൈഡ് വിളിക്കുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. മോബ് ഫാമിൻ്റെ വീഡിയോ ഒക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വിടുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്നാണ് ഒരു ബ്യൂട്ടി ഒക്കെ ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ച്.